കാലം മായ്ക്കാത്ത പഴമയുടെ പൈതൃകം തേടി ഒരു യാത്ര. കാണാം നാട്ടുപഴമ. ശിലായുഗ കാലത്തേക്കാണ് ഇടുക്കി ചിന്നക്കലാൽ പഞ്ചായത്തിലെ മുനിയറ കുന്നുകൾ നമ്മെ ക്ഷണിക്കുന്നത്. മറയൂരിൽ മാത്രമല്ല, മുട്ടുകാട് മലമുകളിലും 2 ഡസനോളം മുനിയറകളുണ്ട്. നാട്ടുപഴമയുടെ ഉൾത്തുടിപ്പുകൾ തേടിയുള്ള യാത്രയിലാണ്. ഗോത്രവർഗ സംസ്കൃതിയുടെ അവശേഷിപ്പുകൾ, അതോടൊപ്പം തന്നെ പുരാവസ്തു ശേഖരങ്ങൾ ധാരാളമുള്ള പ്രദേശങ്ങൾ ഇടുക്കിയിലുണ്ട്. ഇവിടെ തികച്ചു വ്യത്യസ്തമായൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. മുട്ടുകാട് എന്ന സ്ഥലം മുട്ടുകാട്ടിലെ മുനിയറകളുള്ള പ്രദേശം. മറയൂരിലെ മുനിയറകൾക്ക് സമാനമായി ഇവിടെയും മുനിയറകളുണ്ട്. ആ കാഴ്ചയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ശിലായുഗ കാലത്തെ ഓർമ്മപ്പെടുത്തുന്നവയാണ് ചിന്നക്കനാൽ പഞ്ചായത്തിലെ മുട്ടുകാട്ടിലെ മുനിയറകൾ. ഇടുക്കിയിലെ ചരിത്രാവശിഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുട്ടുകാട്ടിലെ മുനിയറകൾ. ബൈസൺ വാലി പാടശേഖരത്തിന് മുകളിൽ ചുറ്റുവട്ടത്തിലെ മലനിരകൾക്കിടയിലാണ് മുട്ടുകാട്ടിലെ മുനിയറകളുടെ മനോഹരമായ കാഴ്ച. ചരിത്ര അവശേഷിപ്പുകൾക്കൊപ്പം പ്രകൃതിയുടെ ദൃശ്യമനോഹാരിതയും മുനിയറക്കുന്ന് സമ്മാനിക്കുന്നു. നോക്കത്താ ദൂരം പരന്നു കിടക്കുന്ന പാടശേഖരവും സുഗന്ധവ്യഞ്ജന കൃഷിയും നീർച്ചാലുകളും പൂക്കളും നനുത്ത കാറ്റിനോടൊപ്പം ഓടിക്കളിക്കുന്ന കോടമഞ്ഞും ഈ പ്രദേശത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. പ്രദേശത്തെ മുനിയറകൾ 2000-ഓളം വർഷം പഴക്കമുള്ളവയാണ്. ഒറ്റതിരിഞ്ഞുള്ളവയും കൂട്ടത്തോടെയുമുള്ള മുനിയറകൾ ഇവിടെ കാണാൻ കഴിയും. വലിയ കൽപ്പാളികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഇത്തരം മുനിയറകൾ ശവക്കല്ലറകളാവാമെന്ന് ചരിത്ര ഗവേഷകർ പറയുന്നു. കേരള ചരിത്രത്തിലെ പ്രധാന അവശേഷിപ്പുകളാണ് മുനിയറകൾ. മുനിയറകളുടെ പഴക്കത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. മഹാശിലായുഗ സംസ്കാരത്താകും ഈ മുനിയറകളൊക്കെ സ്ഥാപിക്കപ്പെട്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും അധികം മുനിയറകളുള്ളത് തൃശൂർ ജില്ലയിലും ഇടുക്കി ജില്ലയിലുമാണ്. ഇടുക്കിയിൽ തന്നെ മറയൂരിലെയും ഈ മുട്ടുകാടിലെയും മുനിയറകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന്റെ രൂപത്തിലും വിസ്താരത്തിലും ഒക്കെ. മുനിയറകൾ എന്തിനുപയോഗിച്ചിരുന്നു എന്ന കാര്യത്തിലും സംശയമുണ്ട്. പക്ഷെ ഈ മുനിയറകൾ കാണുമ്പോൾ ഇത് ശവസംസ്കാരത്തിന് ഉപയോഗിച്ചതായിരിക്കാനാണ് സാധ്യത. കാരണം ഒരു 6 അടി 7 അടി നീളത്തിൽ 4 കല്ലുകൾ പാർശ്വങ്ങളിലും മുകളിൽ ഒരു കല്ലുമായിട്ടുള്ള ഒരു നിർമ്മിതിയാണുള്ളത്. പക്ഷെ പല മുനിയറകളുടെയും ഭാഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇത് ശവസംസ്കാരത്തിനല്ല, സംസ്കരിച്ചതിന് ശേഷമുള്ള അവശേഷിപ്പുകൾ സൂക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ചത് എന്നാണ്. എന്തായാലും ശരി, ഒരു കാലത്ത് കേരളീയ ജനതയുടെ, കേരളമാവുന്നതിന് മുമ്പുള്ള മഹാശിലായുഗ സംസ്കാര കാലത്തെ ജനതയുടെ ജീവിത രീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കിബാക്കിയാണ് ഈ മുനിയറകൾ. 20-ൽ പരം മുനിയറകളാണ് മുട്ടുകാട് കുന്നിലുള്ളത്. പ്രദേശത്ത് വലിയൊരു ഗുഹയും കാണാം. ആദിമ മനുഷ്യർ കൂട്ടമായി ഇവിടെ വസിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ശിലായുഗ മൂല്യം പേറുന്ന ഈ പ്രദേശം സംരക്ഷിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കി ജില്ലയുടെ ചരിത്ര താളുകളിൽ മുട്ടുകാട്ടിലെ മുനിയറക്കുന്നും ഇടം നേടുമെന്നതിൽ സംശയമില്ല. നാട്ടുപഴമയുടെ നന്മയുടെ തിരിശേഷിപ്പുകളാണ് ഈ മുനിയറകൾ. ചരിത്ര വഴികളിൽ അടയാളപ്പെടുത്തി നിൽക്കുന്ന ഈ മുനിയറകൾ നിലനിർത്തേണ്ടത്, ഭാവി തലമുറയ്ക്ക് വേണ്ടി നിലനിർത്തേണ്ടത് നാടിന്റെ ആവശ്യം കൂടിയാണ്. മുട്ടുകാട്ടിലെ മുനിയറകൾക്കരികിൽ നിന്നും ക്യാമറമാൻ ജിജോ രാജകുമാരിക്കൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.